Hi guys, how are you doing? Welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ഫാർമസിസ്റ്റിന്റെ യുഎയിലെ സാലറിനെ പറ്റിയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറെ പേര് ഞാൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അന്ന് എനിക്ക് വരുന്ന മെസ്സേജസ് എന്ന് പറഞ്ഞാല് ഫാർമസിസ്റ്റ് റിലേറ്റഡ് അധികം ക്വസ്റ്റ്യൻസ് ആണ്. സാലറി എങ്ങനെയാ ജോബ് കിട്ടുന്നത്, പാക്കേജ് നല്ലതാണോ, വർക്ക് സ്ട്രെസ് ഉണ്ടോ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഡെയിലി ബേസിസിൽ എനിക്ക് വരാറുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് എന്റെ ഇൻബോക്സിൽ അധികവും വരാറുള്ളത്. അപ്പൊ കുറെ പേർക്കൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. കുറെ റിക്വസ്റ്റ് വരുമ്പോ എല്ലാം ഒന്ന് നോക്കാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സാലറിനെ പറ്റിയായിരുന്നു കേട്ടോ. അപ്പൊ അതൊരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചു. അതാകുമ്പോ എല്ലാവർക്കും കണ്ട് ഒരു സാലറി റേഞ്ച് ഒക്കെ മനസ്സിലാവുമല്ലോ, അതിനു വേണ്ടിയിട്ട്. അപ്പോ ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ഫാർമസിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ 2.5 years ആയി കേട്ടോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇതുവരെയുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഞാൻ പിന്നെ കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു, അറിയാവുന്നവരോടൊക്കെ കുറച്ചൊക്കെ ചോദിച്ചിട്ട് ആ സാലറിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ സ്ഥലത്തുള്ള സാലറിയും എനിക്കറിയാന്നുള്ളത് അത്ര പോസിബിൾ അല്ല. നമുക്കിപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം, പിന്നെ എന്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ അത്രയ്ക്ക് അറിയായിരുന്നുള്ളൂ. അപ്പൊ ബാക്കി കുറെ പേരുമായിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടൊക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ആദ്യമേ ഞാൻ പറയാം, ഇവിടെ ദുബായ് യുഎയില് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം DHA ലൈസൻസ് അല്ലെങ്കിൽ MOH അല്ലെങ്കിൽ ഹാർഡ്, ഇതിൽ ഏതെങ്കിലും ഒരു ലൈസൻസ് നമുക്ക് എന്തായാലും ആവശ്യമാണ് ആസ് എ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളത്, നമുക്ക് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാം. ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാൻ ലൈസൻസിന്റെ ആവശ്യമില്ല, നമ്മൾ BPharm കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വിത്തൗട്ട് ഈ DHA എക്സാം പിന്നെ ഡേറ്റ ഫ്ലോ ഇതൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് നമുക്കൊരു ഫാർമസിയിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ട്രെയിനി ആയിട്ടായിരിക്കുമ്പോൾ സാലറി കുറവായിരിക്കും. ഓഫ്കോഴ്സ് നമുക്ക് ലൈസൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫാർമസിയിലുള്ള പല കാര്യങ്ങളും ആക്സസ് ഉണ്ടാവില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ആസ് പെർ റൂൾ നമ്മൾ മെഡിക്കേഷൻസ് ഒന്നും ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല വിത്തൗട്ട് ലൈസൻസ്. നമുക്ക് ജസ്റ്റ് ഈ ഫാർമസിയിലുള്ള കോസ്മെറ്റിക്സ്, വേറെ ഓവർ ദ കൗണ്ടർ ആയിട്ട് വരുന്നത്, പിന്നെ സപ്ലിമെന്റ്സ്, ന്യൂട്രിയൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ആസ് എ ട്രെയിനി ആയിരിക്കുമ്പോൾ. സോ അതിനനുസരിച്ച് നമുക്ക് സാലറിയും കുറവായിരിക്കും. അപ്പൊ ഈ രണ്ട് കാറ്റഗറിയിൽ ട്രെയിനി ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്, അതേപോലെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് ആസ് എ ഫ്രഷർ ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോ സാലറി റേഞ്ച് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു 2 years 3 years എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ആകുമ്പോൾ ഓഫ്കോഴ്സ് നിങ്ങളുടെ സാലറി ഇങ്ങനെ കൂടി വരും. നമ്മളെപ്പോഴും സാലറി കൂടുതൽ എവിടെയാണോ കിട്ടുന്നത് അവിടേക്കാണല്ലോ നമ്മളെപ്പോഴും ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ അതായത് നമുക്ക് സാലറി ഇൻക്രിമെന്റ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പുതിയൊരു ജോബ് തേടിയിട്ട് പോവുക, അല്ലെ? വേറൊരു കാര്യം കൂടെ, നമ്മളിപ്പോ ഒരു 2 years ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. നമുക്കിപ്പോ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാലറിയിലുള്ള ഇൻക്രിമെന്റ് ഉണ്ടാവും, അതേപോലെ നമ്മളെ കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ ഇത് ഞാനൊരു ഇൻട്രോ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് അധികം വഹിക്കാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. സോ നമുക്ക് ട്രെയിനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ട്രെയിനി ആയിട്ട് ഇവിടെ ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരാണ്. BPharm കഴിഞ്ഞ് നേരെ വേറെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ബാക്കി കൺട്രീസിൽ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ ഒരു സാലറി റേഞ്ച് ഞാൻ കുറച്ച് ചെയിൻ ഫാർമസിയിലൊക്കെ അന്വേഷിച്ചു. പിന്നെ ഞാൻ ആസ് എ ട്രെയിനിങ് ആയിട്ടാണ് ഇവിടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് കുറച്ചൊരു ഐഡിയ ഉണ്ട്. അവരുടെ സാലറി റേഞ്ച് വരുന്നത് 2,500 to 3,500 dirhams ആണ്. അതായത് നാട്ടിലെ ഒരു 55,000 to 80,000 INR റുപ്പീസ് വരും. അപ്പോ ഇതിവിടെ ഓൾമോസ്റ്റ് ഈ ചെയിൻ ഫാർമസീസിലൊക്കെ ഏകദേശം സെയിം റേഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ഡിഫറൻസ് ഓരോ കമ്പനീനെ ബേസ് ചെയ്തിട്ടും ഉണ്ടാവും. പിന്നെ ലൈസൻസ് ഇല്ലാതെ ഈ ഒരു എമൗണ്ട് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ സാലറിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആണ്. നാട്ടിലെ കാര്യം നമുക്കറിയാം, നമുക്ക് ഫാർമസിസ്റ്റിന് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്, നമ്മുടെ സാലറി റേഞ്ച് എത്രയാന്നൊക്കെ ഉള്ളത് നാട്ടിൽ വർക്ക് ചെയ്തവർക്ക് എന്തായാലും അറിയാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ പ്രൊഫഷന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്, നമുക്ക് കുറച്ചുകൂടെ ഒരു വാല്യൂ ഉണ്ട്, എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കേട്ടോ, നാട്ടിലൊക്കെ ആകുമ്പോ ആ കുട്ടി എന്താ മരുന്നെടുത്ത് കൊടുക്കുന്നു, അങ്ങനെയുള്ളൊരു
ഒരു ഒരു എന്താ കാഴ്ചപ്പാടല്ല ഇവിടെ. നമുക്ക് കുറച്ചുകൂടെ ഒരു റെസ്പെക്റ്റും വാല്യൂം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ട്രെയിനി ആയിട്ട് പിന്നെ അറബിക് ലാംഗ്വേജ് അറിയുന്നവർക്ക്, അറബ്സിന് അവർക്ക് ഒരു 500 dirhams എക്സ്ട്രാ എല്ലാ കമ്പനീസും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു അതെന്താണ്. ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോ നമ്മള് എന്റെ കൂടെയുള്ള കുട്ടി എന്റെ ഫ്രണ്ടാണ്. അവള് വേറൊരു കൺട്രിയിൽ നിന്നായിരുന്നു, ഒരു അറബ് കൺട്രിയിൽ നിന്നായിരുന്നു. അപ്പൊ അവർക്ക് ഒരുമിച്ചായതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സാലറി ഇതൊക്കെ. അപ്പൊ എനിക്ക് പിന്നെ ഞാൻ വേറെ 1-2 പേരുടെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ അറബിക് ലാംഗ്വേജ് സംസാരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അറബ്സിന് അവരൊരു 500 dirhams എക്സ്ട്രാ എല്ലാ കമ്പനീസും കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്നത് നമുക്ക് എത്രയാണോ കിട്ടുന്നത്, നമുക്ക് 3000 ആണെങ്കിൽ അവർക്ക് 3500 ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോബ് സെയിം ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അത് ഓരോരോ കമ്പനീസിന്റെയും പിന്നെ ഈ കൺട്രീന്റെയും പ്രിഫറൻസ് ആണല്ലോ, അത് കുഴപ്പമില്ല. പിന്നെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വൈറ്റ് കോട്ട് ഇടാൻ പറ്റില്ല. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും അറിയാത്ത കുറെ പേരുണ്ട്, അതായത് നാട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നോക്കുന്നവര്. പിന്നെ എന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ട് 2 years വർക്ക് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസ് വെച്ച് DHA എഴുതാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം ട്രെയിനി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാന്നുള്ളത് അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. ഒന്നാമത് നമുക്ക് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വരും. കാരണം അവിടെയുള്ള ഇപ്പം നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ പുള്ളിക്കാരന് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടെ തരും. അപ്പൊ നമുക്ക് ഭയങ്കര, നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മള് എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഫാർമസി എങ്ങനെയാണ്, മാനേജർ എങ്ങനെയാണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് ദെൻ ഒരിക്കലും ഇവിടെ വന്ന് 2 years കംപ്ലീറ്റ് ആക്കി എക്സാം എഴുതി പിന്നെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാന്നുള്ളത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആണ്. കാരണം ഈ നല്ല വർക്ക് ഉണ്ടാവും, അതിന്റെ കൂടെ ഈ പഠിക്കുക, പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാല് പിന്നെ പഠിക്കാനെന്നുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ നേരെ എന്തെങ്കിലും ഫുഡ് കഴിക്കും, റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പിന്നെ ഇവിടെ ഇപ്പൊ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫാർമസിയിലും നമുക്ക് പോയിട്ട് അങ്ങനെ രജിസ്റ്റേർഡ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് DH എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അത് നിങ്ങൾ അന്വേഷിച്ചിട്ടേ ചെയ്യാവുള്ളൂ. എല്ലാ ഫാർമസീസിലും വർക്ക് ചെയ്താൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കില്ല. രജിസ്റ്റേർഡ് ട്രെയിനിന് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഫാർമസീസ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് DHA എക്സാമിന്റെ ടൈമിൽ എക്സ്പീരിയൻസ് ഇത് കൗണ്ട് ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഞാൻ ഇതിന്റെ കൂടെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അപ്പൊ നമ്മൾ ട്രെയിനീസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള സാലറി പറഞ്ഞു 2500 to 3500. ഇത് കമ്പനി ടു കമ്പനി ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ഈ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഫാർമസിസ്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ കുറെ മുമ്പ്, അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഫാർമസി എന്ന് പറഞ്ഞ പ്രൊഫഷനും ഇപ്പൊ ഉള്ളതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ വാല്യൂ, നല്ല സാലറി സ്കെയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 14,000 15,000 ആ റേഞ്ചിലൊക്കെ സാലറി വാങ്ങിക്കൊണ്ടിരുന്നവരാണ് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നത്, കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഒരുപാട് പേര് ഈ കോഴ്സ് എടുത്തിട്ട് ഒരുപാട് പേര് നമ്മൾ UAE-ലേക്കാണെങ്കിലും വേറെ ഏത് കൺട്രിയിലേക്കാണെങ്കിലും മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാല് അതായത് നമുക്കിപ്പോ ഒരു കമ്പനിക്ക് എംപ്ലോയീസിന്റെ കാര്യത്തിൽ ഡിമാൻഡ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് സാലറി കൂടാനുള്ള ചാൻസ് ഉണ്ടാവുക. ഇത് കുറെ പേരുള്ളപ്പോ ഇപ്പൊ ഒരു കമ്പനി ഇപ്പൊ അവരുടെ ബിസിനസ് ആണ് നോക്കുക. അപ്പൊ അവരിപ്പോ ചെറിയ സാലറിയിൽ ആരെയും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് അത്രയും സന്തോഷമാണ്, കാരണം അവരുടെ ബിസിനസ്സിന് അതാണ് പ്രോഫിറ്റ് ഉള്ളത്. അപ്പൊ ഇത്രയും ആളുകൾക്ക് ഇപ്പൊ ജോബ് കിട്ടാതെ നിൽക്കുന്ന അവസരത്തില് അവരുടെ സാഹചര്യം കൊണ്ടും ചിലപ്പോൾ വിസ എക്സ്പയർ ആവുമായിരിക്കാം, അല്ലെങ്കിൽ ജോലി അർജന്റായിട്ട് വേണ്ട ആവശ്യം ഉണ്ടാവാം. അതുകൊണ്ട് അവർ ആ ചെറിയ സാലറി ഓഫറിലും അവർ ജോയിൻ ചെയ്യാണ് ജോബിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ സാലറി സ്കെയിൽ നേരെ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ആരെയും തെറ്റായിട്ട് പറഞ്ഞതല്ല, ഇങ്ങനെയാണ് ഇപ്പൊ സംഭവിക്കുന്നതെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ ആദ്യം ഒരു 14,000-15,000 ഒക്കെ ഉണ്ടായിരുന്ന സാലറി, പക്ഷെ ഇപ്പം കുറഞ്ഞു, സാലറി സ്കെയില് നന്നായിട്ട് ഇവിടെ കുറഞ്ഞു. പക്ഷെ കുറഞ്ഞാലും നമ്മുടെ രാജ്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോശമല്ലാത്ത സാലറി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സാലറി തന്നെയാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ വേറെ ഔട്ട്സൈഡ് കൺട്രീസ് ഒക്കെ പോകുമ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവും, അത് ഓരോരോ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇവിടെ ആസ് എ ഫാർമസിസ്റ്റ്
ഭയങ്കര സാലറി കുറഞ്ഞ റേഞ്ചിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, കൂടിയ റേഞ്ചിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈ കൂടിയ റേഞ്ചിൽ വർക്ക് ചെയ്യുന്നവരെന്ന് വെച്ചാൽ ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് 5 ഇയേഴ്സ് 6 ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒഫ്കോഴ്സ് നിങ്ങൾക്ക് അതുവരെ കിട്ടിക്കഴിഞ്ഞ സാലറിനെക്കാട്ടും എന്തായാലും കൂടുതലായിരിക്കും കിട്ടുക. കുറഞ്ഞ സാലറി ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എന്തായാലും മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് പോവില്ല. അപ്പൊ ഫാർമസിസ്റ്റിന് ഇവിടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു 90,000 to 1.5 lakh INR, ഈ ഒരു റേഞ്ചിലാണ് ഞാൻ അന്വേഷിച്ച കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. മിനിമം ഒരു 90,000 മുതൽ 1.5 lakhs ഒരു 6 lakhs വരെ ഫ്രഷേഴ്സ് ആയിട്ട് വാങ്ങിക്കുന്നവരെ എനിക്കറിയാം. ഈ 1.56 ആ റേഞ്ച് പറഞ്ഞത് എനിക്ക് അങ്ങനെ വാങ്ങിക്കുന്നവരെ അറിയാം. ഐ മീൻ അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. സോ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാല് ഇതിലും കുറഞ്ഞ, അതായത് 90,000 കുറഞ്ഞ് വർക്ക് ചെയ്യുന്നവരും ഇവിടെ ഉണ്ട്. അതായത് സിംഗിൾ ഫാർമസിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവര്, പിന്നെ ചില ചെയിൻ ഫാർമസീസിൽ തന്നെ ഈ ഒരു 90 ബിലോ ആണ് അവർക്ക് പാക്കേജ് കൊടുക്കുന്നത്. അത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് ആളുകൾ ജോബ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നും ഞാൻ പോയാലും അവർക്ക് അടുത്ത ദിവസം തന്നെ വേറൊരാളെ കിട്ടും. അപ്പൊ നമുക്ക് എത്ര ചെറിയ സാലറി ആണെങ്കിലും ആളുകൾ വില്ലിങ് ആണ് ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ട്രെയിനീസ് ഞാൻ പറഞ്ഞു 3-5 വരെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതേ ട്രെയിനിന്റെ സാലറിയിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഇവിടെ എവിടേക്കും ഉണ്ട്. അതൊരു എന്താണ് സത്യമാണ്, നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു സത്യമാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെ ഉള്ളവരിത് കാണുകയാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും. കാരണം അവർക്ക് വേറെ ജോബ് ചിലപ്പോൾ ഓപ്പണിങ്സ് ഒന്നും കിട്ടാത്തോണ്ടായിരിക്കാം, വേറെ ചിലപ്പോൾ അവർക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടവരായിരിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ നല്ല കമ്പനീസിൽ ഫ്രഷേഴ്സ് ആയിട്ട് കയറി പറ്റുക എന്നുള്ളത് നമ്മുടെ ഹാർഡ് വർക്കും അതേപോലെ തന്നെ നമ്മുടെ ലക്കുമാണ്. നമ്മൾ എത്രത്തോളം ഈ ഓപ്പണിങ്സിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ, നൗക്കരി അങ്ങനെയുള്ള കുറെ ഈ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതുവഴി നമ്മൾ കുത്തിയിരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഓപ്പണിങ് നമുക്ക് മുന്നിലേക്ക് വരും. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. കുറേ നമ്മള് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മളെ വിളിക്കാണ്ടിരിക്കില്ലേ. പിന്നെ ഒട്ടും വിളിക്കാത്തവരൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഹാർഡ് വർക്ക് ആണ്. കുറച്ച് നമുക്കൊരു ലെക്കും കൂടെ വേണം. ഒരു ജോബ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്ക് പ്ലസ് ലെക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോ പിന്നെ 1.56 വരെയാണ് മാക്സിമം വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഒരു 14-15 ഒക്കെ വാങ്ങുന്നവരെ, എക്സ്പീരിയൻസ് ഉള്ളവരെ എനിക്കറിയാം. പിന്നെ ഹോസ്പിറ്റൽ ഫീൽഡിൽ ആയിട്ടുള്ളവർക്ക് ഇതിലും കൂടുതൽ കിട്ടുന്നവരുണ്ടായിരിക്കാം. പിന്നെ നമ്മള് അബുദാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ സാലറി കൂടുതലാണ്. അതെന്താന്ന് വെച്ചാൽ അവിടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ ദുബായ്, ഷാർജനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പൊ അവിടെയുള്ള സാലറി ഫ്രഷേഴ്സിന് കിട്ടുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ദുബായ്, ഷാർജ, അജ്മാൻ ഈ ഒരു ഏരിയയിലൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞ ഈ ഒരു 90 to 1.5 1.6 ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത്. മാക്സിമം 1.5, ലെറ്റ്സ് സേ 1.5 അങ്ങനെ റേഞ്ചിലാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ 90 കുറവുള്ളവർ ഉണ്ട്. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നവരാണെങ്കിൽ, ഒരു ജോബ് അന്വേഷിച്ച് വരുന്നവരാണെങ്കിൽ, ഇപ്പൊ പെട്ടെന്ന് നമ്മള് നാട്ടിൽ നിന്ന് വന്ന ഒരു ജോബിന് അപ്ലൈ ചെയ്ത് നമ്മൾ ഇന്റർവ്യൂ കോൾ വന്നാൽ നമ്മൾ പോയി കഴിഞ്ഞു അത് നമ്മുടെ ഒരു സാലറി പറയുമ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ INR കൺവേർട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു 50-60,000 കാണുമ്പോൾ നമുക്ക് അതൊരു വലിയ എമൗണ്ട് ആണ്. കാരണം നമുക്ക് ഇവിടെയുള്ള ലൈഫ് സ്റ്റൈലോ ഇവിടെയുള്ള എക്സ്പെൻസസോ ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ പെട്ടെന്നൊരു 60-70 ആ ഒരു റേഞ്ച് കാണുമ്പോൾ നമുക്കത് നല്ല എമൗണ്ട് ആണ്. അപ്പൊ അത് കണ്ടിട്ട് പെട്ടെന്ന് ചാടി കയറി ഓക്കെ പറയാതിരിക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ട്രൈ ചെയ്യണം. പെട്ടെന്ന് ആ ഒരു 50-60 കണ്ടിട്ട് അത് വലിയൊരു എമൗണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് അതില് നമ്മൾ കയറി പോകരുത്. കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബേസിക് പ്രോസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺട്രാക്ട് ഒക്കെ ഉണ്ടാവും. ചിലര് കോൺട്രാക്ട് ഉണ്ടാവും, ചിലര് കോൺട്രാക്ട് ഇല്ലാത്തവരുണ്ടാവും. എന്തായാലും നമ്മൾ 1 to 2 years എന്തായാലും അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം എല്ലാവർക്കും ഇപ്പം നല്ല സാലറി ഉള്ള ജോബിലേക്ക് ഫസ്റ്റ് തന്നെ എത്തിപ്പെടണം എന്നില്ല. നമ്മള് അത് ഓരോരുത്തരുടെ ലെക്കും ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു കുറഞ്ഞ സാലറിയിൽ പോയി ജോയിൻ ചെയ്യാണ്ടിരിക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല സ്ഥലങ്ങളിൽ ഓപ്പണിങ് കിട്ടുന്നുണ്ടോന്ന് നമുക്ക് പറ്റാവുന്ന ടൈം പീരീഡ് വരെ, ഇപ്പൊ വിസ എക്സ്പയർ ആവുകയാണെങ്കിൽ അതിന്റെ മുമ്പ് വരെ എന്ന് വെച്ചാൽ ഒരു സേഫ് ടൈം പീരീഡ് വെച്ചിട്ട് അതുവരെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്.
പിന്നെ ഞാൻ ഇവിടെ ട്രെയിനി ആയിട്ടാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു 4 മാസമാണ് ഇവിടെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ആ ഒരു ട്രെയിനി ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ, എനിക്കത് അത്ര ഒരു ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിന്റെ കൂടെ തന്നെ DHA പഠിച്ച് അവിടുന്ന് ക്ലിയർ ചെയ്ത് വേറെ ജോബ് കുറെ സെർച്ച് ചെയ്തിട്ടാണ് ജോബ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഈ ട്രെയിനിങ്ങുള്ള ഓപ്ഷൻ തൽക്കാലം നിങ്ങൾ മാറ്റി വെക്കുക. നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു 2 years എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആക്കിയിട്ട് DHA എക്സാം കൂടെ ക്ലിയർ ചെയ്തിട്ട് വരികയാണെങ്കിൽ ദാറ്റ് വുഡ് ബി മോർ ബെറ്റർ. ഓക്കെ. പിന്നെ ഈ സാലറിയുടെ കാര്യത്തിനെ പറ്റി പറഞ്ഞു. വേറെ പറയാനുള്ളത് എന്താണ്, പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ ഇവിടുന്ന് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, ട്രെയിനി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആക്കിയിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ രജിസ്റ്റേർഡ് ട്രെയിനിനെ എടുക്കാൻ പറ്റിയ ഫേമിൽ പോയിട്ട് ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, കുറച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മള് ജോബ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കുറെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഡോറെങ്കിലും നിങ്ങളെ മുമ്പിൽ ഓപ്പൺ ആവാണ്ടിരിക്കില്ല. കുറെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ കുറെ ജോബ് കിട്ടിയില്ല, ഭയങ്കര ഒരു നമുക്കിപ്പോ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് വന്ന് വേറെ ചിലപ്പോ വേറെ അറിയുന്ന ആരും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനൊക്കെ വരും. പക്ഷെ നമ്മള് നന്നായിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഓപ്പണിങ്സ് ഒക്കെ നമ്മളവരെ വിളിച്ചില്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം നമ്മളെ മുമ്പിൽ തുറക്കാണ്ടിരിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളുടെ സാലറി ദയവ് ചെയ്തിട്ട് വേറൊരാളുടെ സാലറി, അതായത് സെയിം ഫാർമസിസ്റ്റ് തന്നെ അവർക്ക് ഇത്ര കിട്ടുന്നുണ്ടല്ലോ അവന് ഇത്ര കിട്ടുന്നുണ്ടല്ലോ ഒന്ന് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് 2 സ്ഥലങ്ങളിലാണ്. അപ്പൊ നിങ്ങളുടെ സാലറി നിങ്ങളുടെ വാല്യൂ വെച്ചിട്ടല്ല ഇവിടെ കിട്ടുന്നത്, ആ കമ്പനീനെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സെയിം തന്നെയാണ്, ആ കമ്പനി ഇത്ര സാലറി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കമ്പനി കഴിഞ്ഞാൽ നമുക്ക് അതൊരു നല്ല ശീലമല്ല, അങ്ങനെയുള്ളവരെ കുറച്ചുപേരെ അറിയാം, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ എല്ലാരും ഫസ്റ്റിലേക്ക് തന്നെ കയറുന്ന ജോബിന് ചിലപ്പം കുറഞ്ഞ സാലറി ആയിരിക്കാം. ഒരു 1 to 2 years ഒക്കെ നമ്മുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ്. ആദ്യത്തെ ജോബില് നമുക്ക് കിട്ടുന്ന കുറഞ്ഞ സാലറി, നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ സിസ്റ്റമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഫാർമസിക്ക് ഉള്ളത്. മെഡിസിൻ മാത്രമല്ല, അതിന്റെ കൂടെ പല പല സാധനങ്ങൾ, കോസ്മെറ്റിക്സ്, ന്യൂട്രീഷൻ, അങ്ങനെ സപ്ലിമെന്റ്സ്, നമ്മള് എന്താ പറയാ എക്യുപ്മെന്റ്സ്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചെടുക്കുക, നമ്മൾ ആ ട്രാക്കിലാവുക എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. ആദ്യം കുറഞ്ഞ സാലറി എന്ന് വിചാരിച്ച് വിഷമിക്കാതിരിക്കുക. നമുക്കൊരു 1 വർഷം 2 വർഷം നമ്മുടെ ആ സ്ട്രഗിളിംഗ് പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുതിയ സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ എപ്പോഴും നമുക്ക് ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളെന്താ താഴോട്ടേക്ക് പോവില്ല. നിങ്ങളൊരു കംഫർട്ട് സോൺ ആക്കി കഴിഞ്ഞു, അവിടെ നല്ല കൊളീഗ്സ് ആണ്, മാനേജർ നല്ലതാണ്, ഫാർമസി നല്ലതാണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നാൽ നിങ്ങളുടെ ലൈഫിലും ആ ഒരു സാലറിയും കൊണ്ടേ പോകുള്ളൂ. കാരണം കമ്പനി ഇൻക്രിമെന്റ്, ഒരു കാര്യം കൂടെ, ഇവിടെ സാലറിയിൽ ചില കമ്പനീസ് ഒക്കെ ഇയർലി ഇൻക്രിമെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിലാണെങ്കിൽ അവിടെ ഇയർലി ഇൻക്രിമെന്റ് ഉണ്ട്, ചെറുതാണെങ്കിലും ഇൻക്രിമെന്റ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ടാർഗറ്റ് തരും, ആ ടാർഗറ്റ് തന്നിട്ട് അത് നമ്മൾ അച്ചീവ്, ഇപ്പൊ ഇയർലി ടാർഗറ്റ് ആയിരിക്കും. ഒരു 3 months ഒരു 4 quarter ആയിട്ട് നമുക്ക് ടാർഗറ്റ് ഉണ്ടാവും. അത് ഫുൾ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇയർലി 500-600 ആ റേഞ്ചിൽ ഇൻക്രിമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ മേ ബി 100 ആയിരിക്കാം, 200 ആയിരിക്കാം, അത് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഓരോരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ സീസണെയും പിന്നെ നമ്മുടെ ഫാർമസിയുടെ ഏരിയനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ അതിനെ നമ്മൾ ഇൻക്രിമെന്റ് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ആ ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മൾ വർക്ക് ചെയ്യാനാണ്, നമുക്ക് നല്ല സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്ത പ്ലേസിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോഴും മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ DHA എക്സാം റിലേറ്റഡ് ഒക്കെയാണ്. അതെല്ലാം കൂടെ ഞാൻ അതിന്റെ കൂടെ പറയുന്നില്ല, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. DHA എക്സാം ഇപ്പോഴേ ഡേറ്റ് അപ്ലൈ ചെയ്ത് വെക്കാവോ, എക്സാം എഴുതിയിട്ട് ഇരിക്കാവോ, എത്ര ഗ്യാപ്പ് വെച്ചു, അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ഇപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ട്രെയിനിങ് ഫാർമസിസ്റ്റിന്റെ സാലറിയും പറഞ്ഞു, ഫാർമസിസ്റ്റിന്റെ സാലറിയും ട്രെയിനിങ് പറഞ്ഞു. അപ്പൊ ട്രെയിനിക്ക് 2500 to 3500, ഫാർമസിസ്റ്റിന് ഒരു 90 ആണ്. അതിന്റെ
AD എത്രയാണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. 90 നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. 90,000 to 1.5 lakh വരെയാണ് ഫാർമസിസ്റ്റിന് വരുന്നത്. സോ അത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഐ മീൻ ചെയ്തത്. സോ കുറച്ചു പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ മടിയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ എനിക്ക് DM ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്റെ കമ്പനി എനിക്ക് എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ മെയിൽ ID ഒക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പൊന്നും പറയാം, നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ അങ്ങനത്തെ ഓപ്ഷൻ ഒന്നും ഇല്ല. തിങ്കളാഴ്ച തന്നെ ട്രൈ ചെയ്തിട്ട് ഫ്രം HR നിങ്ങൾക്ക് കോള് കിട്ടണം, എന്നാലേ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുള്ളൂ. എന്നാലും ജോബൊക്കെ പുതുതായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ്. എല്ലാരും നല്ല നല്ല ജോബിലേക്കൊക്കെ എത്തട്ടെ. ഇനി അത്രയ്ക്കേ ഉള്ളൂ, ഇനി വലിച്ചു നീട്ടുന്നില്ല. ഇനി പുതിയൊരു വീഡിയോ അയച്ച് വീണ്ടും കാണുന്നവരെ ചിൽഡ്രൻ ബൈ ബൈ.